നമസ്കാരം, ഞാൻ റൊട്ടേറിയൻ ഷിബു, റോട്ടറി കാലിക്കറ്റ് സെൻറ്ററിൻ്റെ മെമ്പറാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കൊച്ചു കേരളത്തിൽ 44ഓളം നദികളും 33ഓളം കായലുകളും 20,000-ഓളം ചെറുതും വലുതുമായ കുളങ്ങളും പിന്നെ ഈ കണ്ട വയലുകളും തണ്ണീർത്തടങ്ങളെല്ലാം ഉണ്ടായിട്ടും നമുക്ക് വെള്ളത്തിന് ക്ഷാമമുള്ള ഒരവസ്ഥയുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? മറ്റൊന്നും കൊണ്ടല്ല. ഇത്രയധികം മഴ പെയ്യുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഈ വെള്ളം മുഴുവനും ഈ നദികളിൽ കൂടി ഒഴുകി ഈ അറബിക്കടലിൽ പോയി പതിക്കുന്നതുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ ഒരു 75 ലക്ഷത്തിൽ പരം കിണറുകളുണ്ട്. ഈ കിണറുകളെല്ലാം തന്നെ ഈ മഴവെള്ളം മുഴുവൻ നമുക്ക് റീചാർജ് ചെയ്യാൻ തന്നെ ഇതിന് കൃത്യമായ ഒരു പ്രതിവിധിയായി. കിണർ റീചാർജ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കിണർ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കിണറിനകത്തുള്ള കോളിഫോ ബാക്ടീരിയ, അതേപോലെ തന്നെ അയൺ കണ്ടൻറ്റ്, സോൾട്ടി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് പ്യുവർ വെള്ളമായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ കിണറിൽ ഈ ഒരു റീചാർജിങ്ങിൻ്റെ ഫിൽറ്റർ സ്ഥാപിച്ചിട്ട് 10 വർഷമായി. അതിന് മുന്നേ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നായിരുന്നു വെള്ളം കൊണ്ടുവന്നിരുന്നത്. ഇത് സ്ഥാപിച്ച് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ആ ഒരു സ്കേഴ്സിറ്റി ഒന്ന് കുറയാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ കലക്കലൊക്കെ ഒന്ന് മാറി. ഇപ്പം എത്ര നമുക്ക് മഴയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യൻറ്റ് വെള്ളമാണ്. നമുക്ക് മാത്രമല്ല, നമുക്ക് അവിടെ ആയിരുന്നു ആദ്യം, തൊട്ടടുത്ത വീട്ടിലായിരുന്നു ആദ്യം വെള്ളം കുറയുക. അവിടെ 10 വർഷമായിട്ട് പരിപൂർണമായിട്ട് ശുദ്ധവെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ചിലവോ അതിന് വേണ്ടിയിട്ട് വലിയ കമ്പനികളൊന്നും ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ തൊട്ട അയൽപക്കത്തിലൊരു പ്ലംബറെ വിളിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ള നീളത്തിലുള്ള പൈപ്പ് മേടിക്കുക, 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ച് പൈപ്പ് മേടിക്കുക, ഒരു ടാങ്ക് മേടിച്ചിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരത്തെ ഫിൽറ്റർ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ഞാൻ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് അത്രയേ ഉള്ളൂ. മഴവെള്ളം, ടെറസിൽ പെയ്യുന്ന മഴവെള്ളം മുഴുവനും ഈ PVC പൈപ്പ് വഴി ഇങ്ങനൊരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇതൊരു 500 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇത് വാട്ടർ ടാങ്കല്ല, ഇതൊരു ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ ഇൻ ദ സെൻസ് താഴെ മെറ്റൽ, പിന്നെ മണൽ, പിന്നെ ചിരട്ടക്കരി, പിന്നെ എഗെയിൻ മണൽ, മുകളിൽ മെറ്റൽ, ഇങ്ങനെ 5 ലെയറായിട്ടാണ് ഇതുള്ളത്. ഇതൊരു ഫിൽറ്റർ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഇതിൽ വരുന്ന വെള്ളം നമുക്ക് ഇതുവഴി ഫിൽറ്റർ ചെയ്ത് നമ്മൾ കിണറിലേക്ക് നമ്മൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളൊരു വാൽവ് സിസ്റ്റം വെച്ച് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാനും കഴുകാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ നമുക്കൊരു വാൽവ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓവർഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴിക്ക് നമുക്ക് ഓവർഫ്ലോ ചെയ്ത് വിടുകയും ചെയ്യാം. ഈ കിണറിലേക്ക് നമ്മൾ വെള്ളം ഇത് താഴേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും, കിണറിലേക്ക് വെള്ളം നമ്മളിങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് ഒഴുകി പോകില്ലേ, വെള്ളം എങ്ങനെയാണ് കൂടുതൽ വരിക എന്നുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിതിൻ്റെ ലൈൻസ് വഴി, അതായത് ഇതിൻ്റെ ഉറവ് വഴി അടുത്ത കിണറുകളിലേക്കൊക്കെ ഇത് വ്യാപിക്കും. മാത്രമല്ല, ഇപ്പോൾ ഇതിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ അടുത്തുള്ള തോടുകൾ, പുഴകളൊക്കെ ആയിട്ട് ഇത് കണക്റ്റഡാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം നമ്മൾ താഴേക്ക് ഒഴുക്കുന്നതോട് കൂടിയിട്ട് ഭൂഗർഭജലത്തിൻ്റെ ക്വാളിറ്റിയും കൂടാതെ തന്നെ അതിൻ്റെ നിരപ്പും ഉയരത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കിണറുകളിലും നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ജലനിരപ്പ് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും.